ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൊങ്കൽ പ്രമാണിച്ച് ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് തമിഴിൽ നിന്നുള്ള തങ്കലാൻ എന്ന സിനിമയുടേതാണ്. ചിയാൻ വിക്രമിനെ നായകനാക്കി പാരഞ്ചിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ നേരത്തെ ഒരു ഘട്ടത്തിൽ ജനുവരി 26 റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഇതോടെ സ്റ്റുഡിയോ ഗ്രീൻ തന്നെ നിർമ്മിക്കുന്ന കങ്കുവ എന്ന സിനിമയുടെ റിലീസ് ഏപ്രിൽ മാസത്തിൽ നിന്നും നീളും എന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സൂര്യയുടെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന സിനിമയുടെ രണ്ടാമത്തെ ലുക്ക് പോസ്റ്റർ നാളെ ജനുവരി 16 തീയതി രാവിലെ 11 മണിക്ക് പുറത്തുവരുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ആ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ഒരുപക്ഷെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് വന്നേക്കും. ഈ വർഷം മധ്യത്തോടെ ജൂൺ മാസമെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. തലൈവർ രജനികാന്ത് നായകനെത്തുന്ന വേട്ടയ്യൻ എന്ന സിനിമയുടെ പൊങ്കൽ സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. രജനികാന്തിന്റെ പതിവ് ക്ലീഷേ സ്വഭാവമുള്ളൊരു സിനിമയായിട്ടാണ് വേട്ടയ്യൻ എന്ന സിനിമയുടെ ഇതുവരെ വന്ന അപ്ഡേറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് താരനിരയുള്ള സിനിമ കൂടിയാണ് വേട്ടയ്യൻ. ഫൈറ്റർ എന്ന ഹൃതിക് റോഷൻ നായകനെത്തുന്ന സിനിമ ജനുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ്. ഹിന്ദി സിനിമയുടെ 3 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ട്രെയിലർ എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ട്രെയിലർ സിനിമ കൂടിയാണ് ഫൈറ്റർ. ഈ വർഷം തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ വരാനിരിക്കുന്ന തളപതി വിജയ് നായകനെത്തുന്ന സിനിമയാണ് ഗോട്ട്. സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ 3ാമത്തെ പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെത്തുന്ന സിനിമയിലെ പ്രഭുദേവ, പ്രശാന്ത് എല്ലാം തന്നെ ഏറ്റവും പുതിയ പോസ്റ്ററിലുണ്ട്. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇനിയും പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് അപ്ഡേറ്റുകൾ കേട്ടാം. തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ വർഷം അവസാനത്തോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ മാരുതി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. രാജാ സാബ് എന്നാണ് പ്രഭാസിന്റെ ഏറ്റവും പുതിയ തെലുഗു സിനിമയുടെ പേര്. ചിത്രം പാനന്തൻ റിലീസ് ആയിട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയിലൊരു ലോക്കൽ വേഷത്തിലാണ് പ്രഭാസ് എത്തുക എന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് വ്യക്തം. ഈ വർഷം തന്നെ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന 2 സിനിമകളാണ് ജൂനിയർ NTR നായകനെത്തുന്ന ദേവരയും ഒപ്പം തന്നെ അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പ ദി റോളും. 2 സിനിമകളുടെയും OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. പുഷ്പയുടെ ആദ്യ ഭാഗം നേരത്തെ OTT റിലീസ് ചെയ്തത് ആമസോൺ പ്രൈമിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ 2ാം ഭാഗം ഓഗസ്റ്റ് 15 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന 2ാം ഭാഗം നെറ്റ്ഫ്ലിക്സിലായിരിക്കും OTT റിലീസ് ചെയ്യുക. അവസാനത്തെ 2 അപ്ഡേറ്റുകൾ ലാലേട്ടൻ സിനിമകളുടേതാണ്. അതിലൊന്ന് ലാലേട്ടന്റെ വമ്പൻ പാനന്തൻ സിനിമ കൂടിയ L2 എമ്പുരാന്റേതാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ UK ഷെഡ്യൂളിന് വേണ്ടി സിനിമയുടെ സംവിധായകനും ഒപ്പം തന്നെ അണിയറ പ്രവർത്തകരും UK-യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ആഴ്ച സിനിമയുടെ UK ഷെഡ്യൂൾ ആരംഭിക്കും. ലാലേട്ടൻ എപ്പോഴായിരിക്കും ആ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുക എന്ന നിലവിൽ കൺഫേം ആയിട്ടില്ല. കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്. ഇതിനിടയിൽ ലാലേട്ടന്റെ അടുത്തൊരു മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ ജോഷി സംവിധാനം ചെയ്യുന്ന റംബാൻ. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയൊരു കാസ്റ്റ് അപ്ഡേറ്റ് കൂടി പുറത്തു വരുമ്പോൾ റംബാൻ എന്ന സിനിമയിലുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. ഒരു പക്ക മാസ് ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം ബിജു മേനോനും ജോർജ് ജോർജും കൂടി പ്രധാന റോളുകളിൽ എത്തുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഈ ഒരു കാസ്റ്റ് ലിസ്റ്റ് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം സീനിയർ RDX ആണ് വരാനായിട്ടിരിക്കുന്നത് എന്ന്. കാത്തിരിക്കാം ഈ കോംബോയിലുള്ള സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട്.